അപ്പൊ ഞങ്ങളും ഓൺലൈനിൽ നിന്ന് താമരയുടെ വിത്തുകൾ മേടിച്ചു. ഇതാണ് ആ പാക്കറ്റ്. അപ്പൊ നമ്മൾ 400 രൂപയാണ് വില പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കത് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് 150 രൂപയായുള്ളൂ. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 20 എണ്ണമാണ് ഇതിൽ കാണിക്കുന്നത്, എണ്ണം കാണിക്കുന്നത്. അപ്പൊ നമ്മളത് പൊട്ടിക്കുകയാണ്. നമ്മളത് പൊട്ടിച്ചു. ഓക്കെ, എണ്ണി നോക്കുമ്പോഴും നമുക്കത് 20 എണ്ണം തന്നെയാണ് ഇടുന്നത്. ഇനി നമുക്കിതിന് ഒന്ന് ഒരച്ച് ഒരു വശം ഒരയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി നമുക്ക് 2 വശങ്ങളുണ്ട്. ഈ മോനയുള്ള ടൈപ്പ് വശമുണ്ട്, ഒന്ന് ഇതേപോലെ കുഴിയുള്ള വശമുണ്ട്. ഈ കുഴിയുള്ള വശമാണ് നമ്മൾ ഒരയ്ക്കേണ്ടത്. അതിനുവേണ്ടി നമുക്കൊരു കട്ടിയുള്ള സാൻഡ് പേപ്പർ കടയിൽ നിന്ന് കട്ടിയുള്ളത് മേടിക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരയ്ക്കുക. ഉരച്ച് ഈ പരുവെത്തുന്ന വരെ, അതായത് ഒരു വശം നമ്മൾ ഇതുപോലത്തെ ഒരു പരിവാവണ വരെ നമ്മൾ ഉരയ്ക്കണം. എന്നിട്ടാണ് അത് വെള്ളത്തിലിടേണ്ടത്. എന്നാൽ മാത്രമേ അത് മുളയ്ക്കുള്ളൂ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡില് കുഴിയുള്ള ഭാഗം കേട്ടോ. എന്നിട്ട് നമ്മളത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇതുപോലെ ജാറിൽ നമുക്ക് ഇടാം. ചിലത് പൊന്തി വരും, അത് നോക്കണ്ട. പൊന്തി വരുന്നത് മുളയ്ക്കാൻ സാധ്യതയില്ല. ചിലത് പൊന്തി വന്ന് മുളച്ചും കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് 4-5 ദിവസം ആകുമ്പോഴേക്കും മുള പൊട്ടി തുടങ്ങും. ഇതിപ്പോ നമുക്ക് 7 ദിവസത്തോളം ആയതാണ് കാണുന്നത്. 7-8 ദിവസം ഇത്രത്തോളം ആവും. വെള്ളം ഡെയിലി മാറ്റി കൊടുക്കണം, മറക്കണ്ട. അപ്പോ ഇങ്ങനെയാണ്, പെട്ടെന്ന് വളരും അത്. ഇനി നമുക്ക് ഇതിന് ശേഷമുള്ളതിന്റെ തുടർച്ച വളരുന്നതും മറ്റു തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണും. അപ്പൊ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ഇതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കൊച്ചു കൊച്ചു ഒരുപാട് കാര്യങ്ങൾ എന്റെ ചാനലിൽ വരുന്നുണ്ട് ഇനി. അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.